ഗാർഡൻ വ്യൂ കൊള്ളാണ്ടോ? ഇതാണോ ഗാർഡൻ? സിംഗപ്പൂരിൽ ഇതൊക്കെ തന്നെ വലിയ ലക്ഷറി. ഇതെന്ത് ചെടിയാണിത്? ഇതിന്റെ പേരാണ് റോസ് മാരി. മറ്റേ അല്ല, നീ വലിയ ഡയലോഗൊന്നും വേണ്ട, വെറുതെ എന്റെ കുടുംബജീവിതം തറക്കാനായിട്ട് പരിപാടിയൊന്നും വേണ്ട. ഇതാണ് റോസ് മാരി. ഇത് കുക്കിങ്ങിലൊക്കെ കുറെ യൂസ് ചെയ്യും. ഈ ഐറ്റത്തിന് എനിക്ക് മനസ്സിലായ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന നമ്മുടെ വൈകുന്നേരമൊക്കെ ആകുമ്പോ ഈ സമയത്തൊക്കെ തുളസി തറയില് ദീപമൊക്കെ തെളിക്കുന്ന സമയമാണ് എന്തായാലും. പക്ഷെ ഇത് ആ ടൈപ്പ് തുളസിയല്ല. ആ തുളസി എന്ന് പറഞ്ഞാല് കൃഷ്ണ തുളസിയാണ്. പക്ഷെ ഇത് രാമതുളസി. ഇത് തായ് കുക്കിങ്ങിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യും. തായ് ബേസിൽ. ഓക്കെ. പക്ഷെ എനിക്ക് നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കുക്കിങ്ങിനകത്ത് യൂസ് ചെയ്യാനില്ലെന്ന് തോന്നുന്നു. കുക്കിങ്ങിന് തുളസി അത് യൂസ് ചെയ്യാറില്ല. ഇപ്പൊ വൈകിട്ട് എന്താ പരിപാടി? നമുക്കിവിടെ വിളക്കൊന്നും കത്തിക്കാൻ പറ്റില്ല. കത്തിച്ച് നമുക്ക് പണി കിട്ടും. നമുക്ക് ഇതിനെ കൊണ്ട് വിളക്കിന്റെ മുകളിലോട്ട് വെച്ച് എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ട്. എന്തായാലും അടുക്കളയിൽ പോയിട്ട് ഈയുടെ മുകളിൽ വെച്ച് എന്തെങ്കിലും സെറ്റപ്പ് ചെയ്താൽ എന്താ ഉണ്ടാക്കുന്നത്? തായ് കുക്കിങ്ങിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യുന്നു. തായ് ബേസിൽ പോർക്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതൊന്നും വിചാരം എന്താണ് അഭിപ്രായം? ലെറ്റ്സ് ഗോ കിച്ചൺ. ഇവനെ കുക്കിംഗ് ഒന്ന് നോക്കാം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മള് ബേസില് സാധനം ഇവിടെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. നമുക്കിനി ചാക്കോട് ചോദിക്കാം എന്താ ബേസിൽ കൊണ്ട് ചെയ്യാൻ പോകുന്നത്. ചാക്കോ, ബേസിൽ എന്ത് ചെയ്യും? ഏത് ബേസില്? ഈ ബേസില് തുളസി വേണം. നമ്മുടെ രാമതുളസി. ഇവനെ കൊണ്ടല്ലേ നമ്മള് പോർക്ക് ഉണ്ടാക്കാൻ പോണേ. ഓ, എന്നാ ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം. നമുക്ക് എന്താന്ന് പറഞ്ഞോളൂ. ഇവിടെ ബേസിൽ പോർക്കല്ലേ? സാധാരണ ബേസിൽ കോഴി എന്നാണല്ലോ, ബേസിൽ ചിക്കൻ ആണല്ലോ. നിങ്ങൾ ഈ അങ്കമാലിക്കാര് അടപ്രഥമനിലും പോർക്ക് ഇറക്കണ പോലെ ബേസിൽ കോഴി ഉണ്ടാകും. പക്ഷെ ഞങ്ങള് പന്നികളല്ല, പക്ഷെ ഞങ്ങൾ പന്നി ഉണ്ടാകും. അങ്കമാലിക്കാർക്ക് എല്ലാത്തിനകത്തും കുറച്ച് പന്നിയുടെ ഒരു ഫ്ലേവറെങ്കിലും വേണം. അതുകൊണ്ട് നമ്മള് അങ്കമാലിക്കാർക്ക് ഡെഡിക്കേറ്റ് ചെയ്യണം. അപ്പൊ അങ്കമാലിക്കാർക്ക് പ്രിയപ്പെട്ട പോർക്ക്. ഈ പോർക്ക് ഏകദേശം ഒരു 1.5 കപ്പോളം. ഇത് മിൻസ് ചെയ്തിട്ടുള്ള പോർക്കാണ്. സാധാരണ നെയ് കുറവുള്ള ഭാഗം ലീൻ മീറ്റ്. അങ്കമാലി ചെന്ന് കഴിഞ്ഞാൽ ലീൻ മീറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിവിടെ നെയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു, അവിടെ ലീൻ മീറ്റിന് വേണ്ടി കഷ്ടപ്പെടുന്നു. എന്തായാലും ഇറച്ചി നന്നായിട്ട് മിൻസ് ചെയ്തെടുത്ത പോർക്ക് ഒരു 1.5 കപ്പോളം. പിന്നെ നമുക്ക് എല്ലാത്തിനും എന്താ വേണ്ടത്? എരിവും പുളിയും. അപ്പൊ ആദ്യം ഇത് ഞാൻ പറഞ്ഞ പോലെ എരിവില്ലാത്ത മുളകാണ്. ഇതൊരു ഗ്ലാമറിന് വേണ്ടിയിട്ട്. പക്ഷെ ഈ സാധനം ഉണ്ടല്ലോ മോനെ, ഇതിന്റെ പേരാണ് ഇവിടെ വിളിക്കണ ചില്ലി പാടി. ഈ സാധനത്തിന് ഭയങ്കര എരിവാ. കണ്ടു കഴിഞ്ഞാല് നമുക്കൊന്ന് കടിക്കാൻ തോന്നും, പക്ഷെ കടിച്ചു കഴിഞ്ഞ് വിവരം അറിയും. അപ്പൊ ഈ സാധനം നമ്മൾ വളരെ കുറച്ച് ഇടണുള്ളൂ. അപ്പൊ ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മുടെ ഞാൻ കഴിഞ്ഞോണ്ട് പറഞ്ഞ പോലെ കദളിപ്പൂവൻ പോലെ കുറച്ച് വലിയ ഫ്രാഗ്രൻസിനും കളറിനും വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ സ്ഥിരം ഗാർലിക് ഇല്ലാണ്ട് നമ്മുടെ പരിപാടിയില്ല. ഇതേപോലത്തെ ഒരു ചെറിയ ഒരു ബൾബ് ഗാർലിക് സാധാരണ ഈ റെസിപ്പിയില് ചോപ്പ് ചെയ്തിട്ട് ഇടണേ. പക്ഷെ എനിക്ക് ഈ ചോപ്പ് ചെയ്ത ഗാർലിക് ഡിഷിൽ കടിക്കണ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ശരിക്കും ചതച്ചിട്ട് ഇടണേ. നിന്റെ അഭിപ്രായം എന്താ അതിനെ പറ്റി? ഇന്നൊരു കസിൻ പറഞ്ഞു ചാക്കോച്ചിന് ഗാർലിക്കിൽ വിഷം കൊടുത്തിട്ടുണ്ടോന്ന്. അല്ലേ? പക്ഷെ ഗാർലിക് ഞാൻ പറഞ്ഞ പോലെ ഈ ഗാർലിക് എന്ന് പറയുന്ന സാധനത്തിന് ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഉണ്ട്. എന്തായാലും അത് പോട്ടെ, അതൊക്കെ വലിയൊരു ഡിസ്കഷനാണ്. പിന്നെ അഗെയിൻ ഒരു കളറിനും പിന്നെ പിള്ളേരിൽ പച്ചക്കറി കയറ്റുന്നത് എന്റെ ഒരു ഹരമായി മാറിയിരിക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത്തിരി പച്ചക്കറി. സാധാരണ റെസിപ്പിയിൽ ഈ സാധനം ഇല്ലാട്ടാ. പോർക്കും വാഴയ്ക്കും കേട്ടിട്ടുണ്ട്, പോർക്കും പയറെന്നൊക്കെ അങ്കമാലിയാണേ. പിന്നെ ഇതിനകത്ത് സോസ് വേണം. കുറച്ച് ലൈറ്റ് സോയ സോസ്, കുറച്ച് ഡാർക്ക് സോയ സോസ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ സാധാരണ സോയ സോസ് ഇട്ടാൽ മതി. വളരെ സിമ്പിൾ സാധനമാണ്. അപ്പൊ പോർക്ക്, ചില്ലി, ഗാർലിക്, കുറച്ച് വെജിറ്റബിൾ, സോസ്. ഇപ്പൊ നമുക്ക് എങ്ങനെയാന്നുള്ളത് വിളക്കിന്റെ മുകളിലേക്ക് കയറ്റാം അല്ലെ? അങ്ങനെയല്ലേ പറഞ്ഞേ? വിളക്ക് കത്തിക്കാം. നീ പറഞ്ഞത് ഇതാണ് ഓട്ടോമാറ്റിക്. നിന്റെ അടുക്കളേക്ക് ചുമ്മാ ഒരുമാതിരി. ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇതൊന്നും അല്ല. ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. മനസ്സിലായ? അപ്പൊ നമുക്ക് തുളസിനെ പിടിച്ചിട്ട് തുളസിയൊക്കെ പിന്നെ വരും. നമ്മൾ ആദ്യം തുളസി ബേസിൽ പോർക്ക് എന്നൊക്കെ പറയുകയാണെങ്കിൽ അങ്കമാലിക്കാര് പറയുമ്പോ പോർക്ക് ബേസിൽ. ഓക്കെ. അപ്പൊ ആദ്യം പാൻ ചൂടായി കഴിയുമ്പോഴേക്കും ഒത്തിരി എണ്ണ, ഒരു തരം എണ്ണ ഒഴിക്കുക. ഒരു സ്മോൾ മതി. അല്ലെങ്കിൽ ലാർജ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ചരിച്ചു വയ്ക്കാം. അപ്പൊ എല്ലാം അങ്കമാലിക്കാർക്ക് സാറിന് ചെരുവിച്ചിട്ടുള്ള 2 അടിച്ചു കഴിഞ്ഞാൽ ചെരിഞ്ഞ് നിൽക്കത്തുള്ളത്. ഞങ്ങൾ മോഹൻലാൽ ഫാൻസാ. ചെരിഞ്ഞേക്കണം. അപ്പൊ അത് റെഡിയായി വരും.
ഇത് സോർട്ടഡ് ആയിട്ട് വരാം. കരിയണ്ട, കരിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? കരിഞ്ഞു. അതെ. എന്നിട്ട് എന്ത് സാധനം അത്? ഇവിടെ ഫ്രാഗ്രൻസ് ചില്ലി ഉണ്ട്, ചില്ലിപ്പടി. മറ്റേ സാധനം ആദ്യം ചില്ലിപ്പടിയാണ്. ഈ സാധനം അങ്ങോട്ട് കരിയണ ഇത്. ആ ചില്ലിപ്പാടിനെ എങ്ങനെ മറ്റേ മുക്കനൂക്കാരത്ത് ചില്ലിപ്പാടിനെ. എന്നിട്ട് മണം കണ്ട. എന്നിട്ട് ഇത് നമ്മുടെ കളറിന് ഇതിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഈ ഇതിന് വേണ്ടി നമുക്ക് ഫ്ലെയിം കുറയ്ക്കാം. കണ്ട മണം വന്നാണ്ട് പോലെ. കാരണം ചില്ലി വേകുന്തോറും പക്ഷെ ആ ഗാർലിക് അങ്ങോട്ട് കരിയാൻ പാടില്ല. അതിനു വേണ്ടിയാണ് നമ്മൾ ഫ്ലെയിം ചെറുതായിട്ട് കുറച്ച് വെച്ചേക്കുന്നത്. എന്നിട്ട് നരമ്പോക്കിന് എല്ലാത്തിനും ഇത് ഇതാകാൻ വേണ്ടി ഹിമാലയൻ സോൾട്ട് വേണ്ടി ഞങ്ങൾ ഹിമാലയൻ സോൾട്ട് ഇത്തിരി അതിന് വേണ്ടിയിട്ടുള്ള ഹിമാലയൻ സോൾട്ടായി. ഇപ്പൊ ഒരു ചില്ലി പാഡിയും ഒരു വലിയ ചില്ലിയാണ് എടുത്തേക്കുന്നത്. നമ്മൾ ഏകദേശം 1.5 കപ്പ്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് നമ്മുടെ പച്ചക്കറി ഇത് വേവിക്കുന്നില്ല, ഭയങ്കര ചെറുതായിട്ടാണല്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ കടിക്കാൻ കിട്ടണമെന്ന്, അതുകൊണ്ട് നമ്മൾ ഒരുപാട് വേവിക്കണില്ല. ഇതായി. ഇനിയിപ്പോ നമ്മള് ഇതിനകത്ത് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മള് നമ്മള് ഞാൻ പറഞ്ഞില്ല സോസ് ലൈറ്റ് സോസും ഡാർക്ക് സോസും ഉണ്ട്. അതിലാദ്യം രണ്ടും കൂടി മിക്സ് ചെയ്യാം. നമ്മുടെ നാട്ടിൽ സോയ സോസ് കിട്ടുമ്പോ കൺസിസ്റ്റൻസി കണ്ട് അറിയാം. ഈ സോയ സോസിന് ഇത്തിരി ഉപ്പുണ്ട് പൊതുവെ. ഇത് കണ്ടത് ഇതിന്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ്. ശരിക്കും ഒറിജിനൽ റെസിപ്പിയിൽ ഞാൻ പറഞ്ഞ പോലെ ഗാർലിക് ചോപ്പ് ചെയ്തിടണേ. അപ്പൊ നമുക്കത് കടിക്കാൻ ഇഷ്ടമല്ലാത്ത കാരണം നമ്മള് അല്ലാണ്ടാണ് ഇട്ടേക്കുന്നത്. നമ്മൾ ചതച്ചാണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് ഈ സോസ് ആഡ് ചെയ്യുക. ഇതിനൊക്കെ ഒരുമാതിരി ആവശ്യത്തിന് നമുക്ക് കഴിക്കാൻ പാകത്തിനായിട്ടുണ്ട്. ഇനി പൊട്ടലിഞ്ചിലും ഉണ്ടാവും, മൈൻഡ് ചെയ്യണ്ട. ഈ തായ് ഫുഡ് സാധനം ഉണ്ടാക്കുമ്പം നമ്മുടെ ഇന്ത്യനും തായും കുറെ സിമിലാരിറ്റീസ് ഉണ്ട് ഫുഡിന്. കാരണം രണ്ടും ഏകദേശം ഒരേ ഒരു സ്പൈസിനെസ്സും ആ ലെവലൊക്കെ മാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ തായിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ കുറെ കൂടി ലെമൺ ഗ്രാസ് അങ്ങനത്തെ ഈ നമ്മുടെ നാട്ടിലെ പോലെ മല്ലിപ്പൊടി മുളക് പൊടി എന്നിട്ടുള്ള ആ സ്പൈസസ്, തേങ്ങാപ്പാൽ ഒരുപാട് തേങ്ങാപ്പാല് ലെമൺ ഗ്രാസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ റെഡി ആയി വരുന്നു. ഇത് മിൻസ്ഡ് ആയിരുന്നുണ്ടല്ലോ, പെട്ടെന്ന് പോർക്കൊക്കെ റെഡിയാവും. ഈ ഫ്ലേവറൊക്കെ പിടിക്കാനായിട്ട് നമ്മൾ പോർക്ക് ഇടുന്നു. എനിക്ക് തായ് റെസിപ്പിനോട് നമ്മൾ കുറച്ച് വേരിയേഷൻ വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ മെയിൻ ഇപ്പൊ നമ്മൾ പോർക്കായിട്ടുള്ളൂ. ഇപ്പൊ പോർക്ക് ബേസിൽ നമ്മൾ മറ്റേന്റെ കാര്യം മറക്കണ്ട. ഇത് കുറച്ച് തീ കൂട്ടി തന്നെ ഇടാം, എന്നാലാണ് ആ പോർക്ക് കുറച്ച് ക്രിസ്പ് ആയിട്ട് അങ്ങോട്ട് വരും. ഈ പോർക്കൊക്കെ പെട്ടെന്ന് ഞാൻ അതിന്റെ ഇടയില് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയന്റ് ബേസിൽ, നമ്മുടെ സ്വന്തം ബേസിലിന്, ഇതിന്റെ മുഴുവൻ പേരെന്താണ്? ബേസിൽ രാമൻ. രാമ തുളസിയാണത്. ഇതിനകത്ത് കുറച്ച് നമ്മൾ കുറയ്ക്കുന്നു. നമുക്ക് ഒരുപാട് ഇതിന്റെ ഫ്ലേവർ ഭയങ്കര സ്ട്രോങ് ആണ്. ശരിക്കും ഒറിജിനൽ റെസിപ്പിയിൽ ഒരുപാട് ബേസിലിടും. നമ്മള് കുറച്ചിടണോളൂ ആ ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പൊ പറയ്ക്കുന്നു. ഞാനൊന്ന് കഴുകിയിട്ട് വരാം. കഴിക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്നും മുരിഞ്ഞ കളറൊക്കെ പിടിച്ച് ആ ചില്ലിപ്പടിയൊക്കെ കറക്റ്റ് മിക്സ് ആയിട്ടുണ്ട്. ചില്ലിപ്പടി ഞാൻ കുത്തിപ്പൊട്ടിക്കുന്നുണ്ട്, എന്നാലും കറക്റ്റ് മിക്സ് ആയിട്ട് ആ പോർക്കും ആ ബീൻസ് ഒക്കെ എടുത്ത് നിൽക്കുന്നുണ്ടോ. ഒത്തിരി ഇളക്കി അതിനെ അങ്ങോട്ട് കുഴക്കണ്ട. പക്ഷെ എന്നാലും അതൊന്ന് ആ സോസ് ഒന്ന് ഡ്രൈ ആയി വരുന്നവരെ നമ്മുടെ ബേസിൽ കുളി കഴിഞ്ഞ് വന്നു. തുളസി കുളിച്ച് വന്ന് തുളസി നമ്മൾ വീണ്ടും ഒന്ന് ലൈറ്റായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ചേർത്ത് ഫ്ലേവർ വരാൻ തുടങ്ങി. ചെറിയൊരു കുത്ത് വരുന്നത് ചില്ലിപ്പാടിക്ക് വേണ്ടി കരയും. ആ കുത്തിന് ചെറുതായിട്ട് നമർത്താൻ വേണ്ടിട്ട്. ഈ പോർക്ക് എന്താണ്? ഈ പോർക്ക് ഭയങ്കര മിൻസ്ഡ് ആയ കാരണം പെട്ടെന്ന് വേവും. ഇതാണ് അതിന്റെ ആ കൺസിസ്റ്റൻസി. നമ്മൾ കുറച്ച് ബേസിലിടണുള്ളൂ കേട്ടോ. ഈ അവരുടെ കുക്കിങ്ങിൽ ഒരുപാട് ബേസിലിടും. നമുക്ക് ആ ഫ്ലേവർ ഭയങ്കര പഞ്ചൻ ഫ്ലേവർ ആയ കാരണം നമ്മൾ കുറച്ച് ബേസിലിടുന്നുള്ളൂ. ആ ചില്ലി പാറ്റിയുടെ ആ ഇത് തന്നെ ചുമച്ചോട്ടോ, എനിക്കൊന്നും വേണ്ട. ക്യാമറമാനത് ചുമക്കണേ ചുമച്ചോ. പക്ഷെ ഇത് ഇങ്ങനെ വേണം, ആ പഞ്ചൻ ഇത് വേണം. ആ എന്നിട്ട് അവസാനം ഇത് നമ്മൾ കഴിക്കാൻ പോകണം എന്താണെന്നറിയാം. എന്തിന്റെ കൂടെയാണെന്നറിയാം? ചോറിന്റെ കൂടെ. നീ നിലക്കേക്ക് ഒന്നും മൂണ്ടി. നമ്മള് റൈസാണ്. ഈ പോർക്കിന്റെ വേവ് എങ്ങനെയാ സാധാരണ ഇതുണ്ടാക്കുമ്പോ? ഒത്തിരി വേഗണോ നമ്മുടെ നാട്ടിലെ പോലെ, അതോ കുറച്ച് ലൈറ്റ് ആയിട്ട് വെന്താ മതിയോ? ഇത് പെട്ടെന്ന് വേവും, കാരണം ഇത് മിൻസ്ഡ് ആണല്ലോ.
അതൊന്ന് പെട്ടെന്ന് വേവണ സാധനമാണ്. ഇപ്പൊ ഓൾറെഡി വെന്തിട്ടുണ്ട്. നമുക്ക് പിന്നെ എല്ലാം കുറച്ചുകൂടി ഞാൻ പറഞ്ഞില്ല, കുറച്ചുകൂടി കൂടുതൽ വേവണം. നമ്മള് ഇന്ത്യയിലൊക്കെ പോർക്ക് കഴിക്കുമ്പോൾ അത് 4 വിസിലൊക്കെ ഭയങ്കര വലിയ പോർക്കിന്റെ ഇതിപ്പോ ഓൾമോസ്റ്റ് പെട്ടെന്ന് വെന്തോ. ശരിക്കും നമ്മൾ ഇവിടെയൊക്കെ സൂപ്പ് കഴിക്കുമ്പോൾ നീ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മുക്കി അങ്ങ് എടുക്കുമ്പോഴേക്കും സാധനം ഓക്കെയാണ്. ഇതായിട്ടുണ്ട്. ഇത് നീ ഒന്ന് ഓഫ് ചെയ്യാം. അതിനിടയിൽ ഞാൻ ഒരു കഷ്ണം ചോറ്, ഇപ്പൊ സാധാരണ നമ്മള് ഈ ബൗളിനകത്തൊക്കെ ഇതൊക്കെ നമ്മൾക്ക് അമച്ചറൊക്കെ ആണെങ്കിൽ പ്രസന്റേഷനൊക്കെ നമുക്കും വേണം. ഇപ്പൊ ഒരു ബൗളിനകത്ത് ചോറ് വെച്ചിട്ട് ഇങ്ങനെ കമത്തിയിട്ട് ഇങ്ങനെ പൊക്കുമ്പോ കണ്ടാ ഞങ്ങളിതൊക്കെ മണ്ണപ്പം ചുട്ടെടുക്കുമ്പോ ചെയ്തു. ഇപ്പൊ ഞാൻ വേറൊരു കാര്യം വേണ്ടി കാണിച്ചു തരാം. ഇതിന്റെ ഡെക്കറേഷൻ ഒരു സാധനം കൊണ്ട് വേണം. ഇത് തൽക്കാലത്തേക്ക് അപ്പുറത്തേക്ക് നീ മാറ്റി വെച്ച് ആ അടുപ്പത്തേക്ക് മാറ്റി വെക്കി. ഒരു സാധനം കൊണ്ട് ഒന്ന് ക്വിക്ക് ആയിട്ടൊരു സാധനം കൊണ്ട് ഉണ്ടാക്കി തരാം. ഇനി ഒരു പണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ, ആവശ്യത്തിന് ഉപ്പുണ്ടോന്നു. ഞാൻ ഇതിന്റെ ഒരു സെറ്റപ്പ് ആക്കി എടുക്കാം. ഇത് ഞാൻ ഇത്തിരി എണ്ണ കൂടുതൽ ഒഴിക്കും. കാരണം ഉപ്പുണ്ടോ? ഉപ്പ് ഇല്ലെങ്കിൽ കുറച്ച് വേണ്ടി നമുക്ക് ഉപ്പിടാം, അല്ലെങ്കിൽ സോയ സോസ് ഇടാം. ഉപ്പ് നോക്കാൻ എടുക്കുമ്പം നമ്മൾ ചെറിയൊരു ചില്ലിപ്പാടിയും ലോങ് ബീൻസ് നീ ചില്ലിപ്പാടിനെയാണ് കടിക്കാൻ പോണത്. സ്മോളറിനടുത്ത് എന്റെ പിന്നാലെ തന്നെ പോട്ടെ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നീ ഒരു പണി പാകാൻ എന്നുള്ള സാധനം റെഡി ആയിക്കോ. ഇതിന്റെ അടിയിൽ ഞാനിത് ഇങ്ങനെ വെച്ചിട്ട് മുട്ട ഇങ്ങനെ പൊട്ടും. സാധാരണ ഞാൻ ഇങ്ങനെ വെച്ചിട്ടാ ചെയ്യണേ. ഇന്ന് റെഡി ആയിക്കോ. സ്റ്റെപ്പ് ഒക്കെ വെച്ചിട്ട് പാടേണ്ടി വന്നില്ല. ഇത് പക്ഷേ വിചാരിച്ച പോലെ ആയില്ല. നേരത്തെ കാണുന്നുണ്ടോ? ഒരു ചെറിയ സ്പൂണ് വേണ്ട. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന മുട്ട പൊട്ടി ഇങ്ങനെ പണിവാളി പാടിക്കോ. അത് ഇങ്ങനെ ബുൾസൈ പോലെ ഇരിക്കണം. ഇല്ല, ഇത് പാലില്ല. നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ഇത് ഒരുമാതിരി വൃത്തിയായിട്ട് ബുൾസൈ ആയിപ്പോയി. അയ്യോ പണി പാളില്ലോ, പൊട്ടിയ മുട്ട ഞങ്ങൾ വീണ്ടും പണി പാളില്ലോ. പക്ഷെ നമ്മള് ഫോക്കസ് പോർക്കില്ല, സൈഡ് തീ ഇവിടെ ചൂടായിരിക്കുമ്പോഴേക്കും നമ്മൾ ആ എണ്ണയിലേക്ക് ഈ മുട്ടനെ പതുക്കെ പൊട്ടിച്ച് പൊട്ടിപ്പാളീസായി ഞാൻ പാട്ട് പാടും കേട്ടോ. അയ്യോ പാടണോ? ഓ മോനെ, ഇതാണ് ബുൾസൈ. ബുൾസൈ എന്ന് പറയുന്ന സാധനം. ഇതിനകത്തേക്ക് നമ്മള് ഇങ്ങനെ വേണം. ഇത്തിരി എണ്ണ കുറച്ചോടെ വിട്ടാ വേണോ? എണ്ണ ഇതിന്റെ മുകളില് ഇങ്ങനെ നമ്മള് ഇട്ട് ഇതിന്റെ മുകളിലേക്ക് നമ്മള് ഇത്തിരി പെപ്പറും ഹിമാലയൻ സോൾട്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു തന്ദുരുസ്തിക്ക് ഹിമാലയൻ സോൾട്ട്. ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്യാതെ അത് മതി. ഇത് മുട്ട മൊരിയരുത്, ചെറിയ ബുൾസൈ മോഡലിൽ ഉണ്ടോ? അത് ഉണ്ണി ഉണ്ടല്ലോ, സെറ്റപ്പ് ആക്കി തരാം. ഇനി നമ്മള് നമ്മുടെ പോർക്ക് ഇരിക്കട്ടെ. പോർക്ക് നമ്മള് കളറൊക്കെ കണ്ട ബേസിൽ കുറച്ച് ചില്ലി പാടി, കുറച്ച് പോർക്ക്, ഇതെല്ലാം കൂടി ഇങ്ങനെ സൈഡിൽ, എന്നിട്ട് അതിൻ്റെ സോസ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ചും കൂടി. പ്രസന്റേഷൻ്റെ പാർട്ട് 1 ഇനിയുണ്ട്. നമ്മളെന്താ ചെയ്യാൻ പോണേ? അതങ്ങടുത്ത് ഡെക്കറേഷൻ. ഈ കാര്യം വേണ്ട, ഇവൻ ആ ഒരു കാര്യമാണെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് ചെയ്തു. എങ്ങനെയായിട്ട് ഇങ്ങനെ തെളിച്ചതിന് വെച്ചിടാം. എന്താ നിന്റെ അഭിപ്രായം? തിരിച്ചിടുമ്പോൾ കുറച്ച് എണ്ണ കൊണ്ട് സൂക്ഷിച്ചെടുത്താൽ മതി. ഇച്ചിരി പൊടിച്ച് ഡെക്കറേഷനാണ് മുഖ്യം, അല്ലാതെ അതിൻ്റെ അതൊന്ന് അലൈൻമെന്റ് കറക്റ്റ് ആക്കാനുണ്ട്. നമ്മൾ വീലിന്റെ മാത്രമല്ല മുട്ടയുടെ അലൈൻമെന്റ് ശരിയായി കൊടുപ്പെടുന്നതാണ് ഇവിടെ. നമ്മൾ സാധാരണ വീൽ അലൈൻമെന്റ് ആണ് സാധാരണ വണ്ടികൾക്ക് ചെയ്യാറ്. ഇങ്ങനെ എന്നിട്ട് പിന്നെ ഒരു ഗ്ലാമറിന് വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെയല്ലേ
ഇതാണ് തുളസി എന്ന് പറഞ്ഞ സാധനം. നമ്മള് ബേസൽ, അങ്കമാലിക്കാരുടെ ബേസൽ പോർക്ക് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മുടെ ഇന്നത്തെ താരം നമുക്ക് നീ ഒന്ന് ടേസ്റ്റ് ചെയ്യും. ചില്ലി പാഡിയാണ് അതിൻ്റെ കൂടെ വേണ്ട. ഇത്തിരി മുട്ടയുടെ ഉണ്ണി, ഇത്തിരി ചോറ്. ഒന്ന് കഴിച്ചു നോക്കി. ഇതൊന്ന് പോസ് ചെയ്യണം. ചിരിക്കണേ, ഇതിനൊന്ന് ചിരിക്കണേ. ഭയങ്കര എളുപ്പമാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്യുക. ഒരു 10 മിനിറ്റ് എടുക്കുള്ളൂ ഇത് കുക്ക് ചെയ്യാനായിട്ട്. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങൾ പിന്നെയും വരും. പക്ഷെ അതിനു മുമ്പ് ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു വെരി മച്ച്.